अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ നുബുവത്ത് അല്ലാഹു ഉദ്ദേശിക്കുന്ന അത്രയും കാലം നിലനിൽക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അതിനുശേഷം നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് സ്ഥാപിതമാകും, നബിയുടെ മാർഗത്തിൽ ചരിക്കുന്ന ഖിലാഫത്ത് സ്ഥാപിതമാകും. അതിന് വ്യക്തിപരമായ താൽപര്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല, അത് നബിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും. എന്നാൽ കുറച്ചു കാലത്തിനു ശേഷം റാഷിദ് ഖിലാഫത്തായ ഈ ഖിലാഫത്ത് അവസാനിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞു. ഈ അനുഗ്രഹം നിങ്ങളിൽ നിന്ന് എടുത്തുകളയും. പിന്നീട് ജനങ്ങൾ ഞെരുക്കം അനുഭവിക്കുന്ന രാജാധിപത്യം നിലവിൽ വരും. പിന്നീട് അതിനേക്കാൾ നിഷ്ഠൂരമായ രാജാധിപത്യം വരും. പിന്നീട് അള്ളാഹുവിന്റെ കാരുണ്യം ആവേശത്തിലാവുകയും എന്നിട്ട് വീണ്ടും ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവത്ത് സ്ഥാപിതമാവുകയും ചെയ്യും. ഇസ്ലാമിക ചരിത്രത്തിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വന്ന മുസ്ലിം ഭരണാധികാരികൾ തങ്ങളെ സ്വയം ഖലീഫമാർ എന്ന് വിശേഷിപ്പിച്ചു. തങ്ങളുടെ സ്ഥാനം ഖലീഫയുടെ സ്ഥാനമാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും നാം കാണുന്നു, ഇതെല്ലാം ആയിരുന്നിട്ടും മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അവിടുത്തെ ആദ്യത്തെ 4 ഖലീഫമാർക്ക് മാത്രമാണ് ഖുലഫാഉർ റാഷിദീൻ എന്ന സ്ഥാനം നൽകുന്നത്. അവരുടെ കാലഘട്ടമാണ് ഖിലാഫത്തെ റാഷിദയുടെ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. അതായത് ആ കാലഘട്ടം സന്മാർഗാധിഷ്ഠിതവും സന്മാർഗ വ്യാപനത്തിന്റെ കാലഘട്ടവുമായിരുന്നു. അവർ തങ്ങളുടെ വ്യവസ്ഥിതിയെ അവരെങ്ങനെയാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വ്യവസ്ഥിതിയെ നടപ്പിൽ വരുത്തുന്നത് അവർ കണ്ടത് അതുപോലെ നടപ്പിൽ വരുത്തിയിരുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ആ വ്യവസ്ഥിതിയെ അവർ നടപ്പിൽ വരുത്തി. കുടുംബപരമായ രാജവാഴ്ചയായിരുന്നില്ല, മറിച്ച് വിശ്വാസികളുടെ ജമാഅത്തിലൂടെ അല്ലാഹു
ഖിലാഫത്തിന്റെ പുതപ്പ് അവരെ പുതപ്പിച്ചു. എന്നാൽ അവരല്ലാത്ത മറ്റു ഖലീഫമാർ കുടുംബ ഭരണവ്യവസ്ഥ മാത്രം നിലനിർത്തി. അങ്ങനെ അക്ഷരം പ്രതി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനം പൂർത്തിയായി. ആദ്യത്തെ 2 കാര്യങ്ങളിൽ ഈ പ്രവചനം അക്ഷരം പ്രതി പൂർത്തിയായി എങ്കിൽ അവസാനമായി പറഞ്ഞ കാര്യത്തിലും നമ്മുടെ യജമാനൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ തന്നെ പൂർത്തിയാകുന്നതായിരിക്കും. ഈ ഭൗതികതയും മുസ്ലിങ്ങളുടെ കുത്തഴിഞ്ഞ അവസ്ഥയും കണ്ടുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ശരീഅത്തുമായി നിയോഗിച്ച അല്ലാഹു അവന്റെ കാരുണ്യം ആവേശഭരിതമാവുകയും ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവത്ത് ലോകത്ത് രണ്ടാമതും സ്ഥാപിച്ചു. നാം അഹ്മദികൾ വിശ്വസിക്കുന്നു അല്ലാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത വാഗ്ദാനമനുസരിച്ച് അവന്റെ കാരുണ്യം ആവേശത്തിലായി നമ്മുടെ യജമാനരുടെ വാക്കുകളെ പൂർത്തിയാക്കിക്കൊണ്ട് മസീഹെ മഊദ് മഹ്ദിയെ മഊദിലൂടെ ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവത്ത് സ്ഥാപിച്ചു. ആ മഹാത്മാവിന് ഉമ്മത്തി നബി എന്ന സ്ഥാനം ലഭിച്ചതോടൊപ്പം ഖാതമുൽ ഖുലഫ എന്ന സ്ഥാനവും നൽകി അനുഗ്രഹിച്ചു. ഇനി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിലാഫത്ത് പരമ്പര നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസൻ ഖാതമുൽ ഖുലഫ മുഖേനയാണ് നിലനിൽക്കുക. നാം ഭാഗ്യവാന്മാരാണ്. കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സന്തോഷവാർത്തയിൽ നിന്ന് അംശം കരസ്ഥമാക്കുന്നവരിൽ നാം ഉൾപ്പെട്ടിരിക്കുന്നു. അതായത് അവിടുന്ന് നമുക്ക് ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവത്തിനെ കുറിച്ച് നൽകിയതിൽ നിന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ജുമുഅയിലെ ആയത്ത് വആഖിരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഏതൊരു പിന്നീട് വരുന്നവരെയാണോ ആദ്യ വിഭാഗവുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞത് നാം അവരിൽ ഉൾപ്പെട്ടവരായി തീർന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആ പ്രിയപ്പെട്ടവനെ കുറിച്ച് പറഞ്ഞിരുന്നു, അദ്ദേഹം ഈമാനെ കാർത്തിക നക്ഷത്രത്തിൽ നിന്ന് ഭൂമിയിൽ കൊണ്ടുവരും. നമ്മെ അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരിൽ ഉൾപ്പെടുത്തി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മസീഹിനും മഹദിക്കുമാണോ തന്റെ സലാമെത്തിക്കാൻ പറഞ്ഞത്, ഈ നിർബന്ധ കടമ നിറവേറ്റുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി. പിന്നീട് മുബായിൻ അഹ്മദിയ ജമാഅത്തിൽ അള്ളാഹു ഈ അനുഗ്രഹവും ചെയ്തു. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അദ്ദേഹത്തിന് ശേഷം നിലവിൽ വന്ന ഖിലാഫത്തിലും ബൈഅത്ത് ചെയ്തവരിൽ ഉൾപ്പെടുന്നവരാക്കി തീർത്തു. അള്ളാഹുവിന്റെ ഈ എല്ലാ അനുഗ്രഹങ്ങളും ഓരോ അഹ്മദിയിൽ നിന്നും ആവശ്യപ്പെടുന്നത് അവനോട് നന്ദി കാണിച്ചുകൊണ്ട് തങ്ങളുടെ അവസ്ഥകളിൽ അള്ളാഹുവിന്റെ ഈ വരിഷ്ഠദാസനിൽ വിശ്വസിക്കുന്നവരുടെ നിർബന്ധ കടമ എന്ന നിലയിലുള്ള പരിവർത്തനം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അപ്പോഴായിരിക്കും ബൈഅത്തിന്റെ കടമ നിറവേറ്റപ്പെടുക. മസീഹെ മഊദും മഹ്ദിയെ മഊദും ഈമാനെ സുരയ്യയിൽ നിന്ന് ഭൂമിയിൽ കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ വിശ്വസിച്ചവരുടെ ഹൃദയത്തെ നിറയ്ക്കേണ്ടതുണ്ടായിരുന്നു. അവിടുന്ന് ഈ ജോലി ചെയ്തു കാണിച്ചു എന്നതിന് ഓരോ അഹ്മദിയും തീർച്ചയായും സാക്ഷികളാണ്. എന്നാൽ ഈ ഈമാൻ സ്ഥാപിതമാക്കൽ കേവലം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് മാത്രം പരിമിതമായിരുന്നില്ല, അതല്ലെങ്കിൽ ഏതാനും ദശകങ്ങളിൽ പരിമിതമായിരുന്നില്ല. മറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്തിനെ കുറിച്ച് സന്തോഷവാർത്ത നൽകി നിശബ്ദനായി എങ്കിൽ അതിനർത്ഥം ഇതായിരുന്നു: ഈ ഈമാൻ ഖിയാമത്ത് നാൾ വരെ അതിന്റെ പ്രൗഢിയോടും പ്രഭാവത്തോടും കൂടി ഭൂമിയിൽ നിലനിൽക്കും എന്നാണ്. ഓരോ വ്യക്തിയും ആരാണോ തന്നെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ ഉൾപ്പെടുന്നവനായി കണക്കാക്കുന്നത് അയാളുടെ നിർബന്ധ കടമയാണ് ഈ ഈമാനെ തന്റെ ഹൃദയത്തിൽ രൂഢമൂലമാക്കി അതിൽ അടിയുറച്ചു നിൽക്കുക എന്നത്. ഇത് ഈ വിശ്വസിക്കുന്നവരുടെ നിർബന്ധ കടമയാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്ന ഖിലാഫത്ത് വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഈമാന്റെ പ്രതിബിംബങ്ങളായി അതിനെ ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുക, തൗഹീദിനെ ലോകത്ത് സ്ഥാപിക്കുക. ഈ പ്രവൃത്തിക്കു വേണ്ടിയാണ് അള്ളാഹു നമ്മുടെ നേതാവും യജമാനരുമായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചയച്ചത്. ഈ ജോലിക്ക് വേണ്ടിയാണ് അള്ളാഹു അവിടുത്തെ സത്യസന്ധനായ ദാസനെയും അയച്ചത്. ഈ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്ന പ്രവചനം ചെയ്തത്. അതുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം താൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ് എന്ന ദുഃഖഭരിതമായ വാർത്തയോടൊപ്പം ഈ സന്തോഷവാർത്തവും നൽകി. പറഞ്ഞു, ചിരപുരാതനമായി അള്ളാഹുവിന്റെ സുന്നത്ത് ഇതാണ്: അള്ളാഹു രണ്ട് കുദ്റത്തുകൾ കാണിക്കുന്നു. എതിരാളികളുടെ രണ്ട് വ്യാജ സന്തോഷങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കാണിക്കുന്നതിനു വേണ്ടി. അതുകൊണ്ട് അള്ളാഹുവിന്റെ പുരാതനമായ സുന്നത്തിനെ അള്ളാഹു ഉപേക്ഷിക്കും എന്നത് സാധ്യമായ ഒന്നല്ല. പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ശക്തി പ്രഭാവം കാണേണ്ടതും നിർബന്ധമാണ്. അതിന്റെ വരവ് നിങ്ങൾക്ക് ഉത്തമമാണ്, കാരണം അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അതിന്റെ പരമ്പര ഖിയാമത്ത് നാൾ വരെ വിച്ഛേദിക്കപ്പെടുകയില്ല. ഈമാനെ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനായി അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഈ രണ്ടാമത്തെ ശക്തിപ്രഭാവത്തെ കൊണ്ടുവന്നു. ദീനിന്റെ എതിരാളികൾ സന്തോഷിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ദീൻ വീണ്ടും ലോകത്ത് അവസാനിച്ചു പോയിരിക്കുന്നു. ശൈത്താൻ അട്ടഹസിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു എതിരാളികളുടെ വ്യാജ സന്തോഷത്തെ തകർത്തുകളയുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവൻ ഈമാനെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനു ശേഷം നിലവിൽ വന്ന ഖിലാഫത്ത് വ്യവസ്ഥിതിയെ സഹായിച്ചുകൊണ്ട് ലോകത്ത് സ്ഥാപിക്കും. എന്നാൽ അള്ളാഹു ഈ നിസാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വാദിക്കുന്നവരുടെയും നിർബന്ധ കടമയായി പറഞ്ഞിരിക്കുന്നു. ഈ ഈമാനെ ലോകത്ത് സ്ഥാപിക്കുന്നതിനായി ഖിലാഫത്തിന്റെ സഹായികളായി തീരുക. തങ്ങളുടെ ബൈഅത്തിന്റെ പ്രതിജ്ഞയെ മുന്നിൽ വെച്ചുകൊണ്ട്
ഞങ്ങൾ ഞങ്ങളുടെ ഈമാനെയും സംരക്ഷിക്കുന്നതാണ്, മറ്റുള്ളവരെയും ഈമാന്റെ പ്രകാശം കൊണ്ട് പ്രകാശിതരാക്കും എന്ന് ദൃഢനിശ്ചയം എടുക്കുക. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ചിരപുരാതനമായ അള്ളാഹുവിന്റെ സുന്നത്താണിത്. അവൻ 2 ശക്തിപ്രഭാവങ്ങൾ കാണിക്കുന്നു. നമുക്കെല്ലാവർക്കും നല്ലവണ്ണം അറിയാം. ആ രണ്ടാമത്തെ ഖുദ്റത്ത് ഖിലാഫത്ത് വ്യവസ്ഥിതിയാണ്. ഖിലാഫത്ത് വ്യവസ്ഥിതിക്ക് ദീനിന്റെ പുരോഗതിയുമായി ഒരു ദൃഢമായ ബന്ധമുണ്ട്. ഇത് ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു സുപ്രധാനമായ ഭാഗമാണ്. ദീനിന്റെ പുരോഗതി ഖിലാഫത്തില്ലാതെ സാധ്യമേയല്ല. ജമാഅത്തിന്റെ ഐക്യം ഖിലാഫത്തില്ലാതെ നിലനിൽക്കുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മളിൽ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഓരോരുത്തരും ഈ കാര്യം നല്ലവണ്ണം അറിയുന്നു. ഖിലാഫത്ത് ജമാഅത്തിൽ നിലനിൽക്കുന്നത് ഈമാന്റെ ഭാഗമാണ്. ഈ കാര്യം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന് ശേഷം ജമാഅത്തിൽ ഫിത്ന ഉണ്ടാക്കാൻ ശ്രമിച്ചവരുടെ വാക്കുകളെ നിഷേധിച്ച് ഖിലാഫത്തുമായി ബന്ധപ്പെട്ടു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്കും അറിയാമായിരുന്നു. അവർക്കറിയാമായിരുന്നു, അഥവാ നമ്മളിൽ നിസാമെ ഖിലാഫത്തില്ല എങ്കിൽ നമ്മിൽ ഈമാൻ നിലനിൽക്കുക സാധ്യമേയല്ല. അള്ളാഹുവിന് നന്ദിയുണ്ട്. അവരുടെ ത്യാഗത്തിന്റെ ഫലമായി, അവരുടെ ഈമാനിലെ ദൃഢചിത്തത കൊണ്ട് ഇന്ന് നമ്മിൽ ഒരുപാട് പേർ ആ മഹാത്മാക്കളുടെ തലമുറയിൽപ്പെട്ടവരാണ്. നാം ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പരിശ്രമിച്ചതും ത്യാഗം വരിച്ചതും ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയായിരുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയിൽ ആരോപണം ഉന്നയിച്ചവർ വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ഖിലാഫത്ത് വ്യവസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അവസ്ഥ, അതിന്റെ ഒരു തിളക്കം ഞാൻ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ വാക്കുകളിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. കാരണം ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി നാം ചരിത്രത്തെക്കുറിച്ചും ബോധവാന്മാരാകേണ്ടതാണ്. അതുപോലെ തന്നെ ഈമാന്റെ പ്രബലതയ്ക്കും ഇത് അത്യാവശ്യമാണ്. ഇത് ഈമാന്റെ പ്രബലതയ്ക്കുള്ള മാർഗമായി ഇത് മാറുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ വഫാത്തായ സ്ഥലം, അതായത് ഏതൊരു വീട്ടിലാണോ അതിന്റെ ഒരു മുറിയിലേക്ക് ഞാൻ മൗലവി മുഹമ്മദ് അലി സാഹിബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖിലാഫത്തിനെ സംബന്ധിച്ച് ഒരു വഴക്കും മുന്നോട്ട് വെക്കരുത്. അതായത് ഖിലാഫത്ത് വേണ്ടതുണ്ടോ ഇല്ലയോ എന്ന്. താങ്കളുടെ ചിന്താഗതിയെ ഇതിൽ മാത്രം പരിമിതപ്പെടുത്തുക. തിരഞ്ഞെടുക്കപ്പെടുന്ന ഖലീഫയുടെ കയ്യിൽ ജമാഅത്തിന്റെ പ്രയോജനവും സുരക്ഷിതമായിരിക്കണം. ഇസ്ലാമിന്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളായിരിക്കണം. കാരണം ത്യാഗം സാധ്യമായ കാര്യങ്ങളിലാണ് രഞ്ജിപ്പ് സാധിക്കുക. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, ഞാൻ മൗലവി സാഹിബിനോട് പറഞ്ഞു, വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്റെ വികാരങ്ങളെ താങ്കൾക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറാണ്. എന്നാൽ വിശ്വാസത്തിന്റെ ചോദ്യം ഉയർന്നു വന്നാൽ അത് എന്റെ നിർബന്ധിതാവസ്ഥയാണ്. കാരണം വിശ്വാസത്തെ ഉപേക്ഷിക്കുക എന്നത് ഒരു ഘട്ടത്തിലും അനുവദനീയമല്ല. നമ്മുടെയും താങ്കളുടെയും ഇടയിലുള്ള വ്യത്യാസം ഇതാണ്. ഞങ്ങൾ ഖിലാഫത്തിനെ ഒരു മതപരമായ പ്രശ്നമായി മനസ്സിലാക്കുന്നു, ഖിലാഫത്തിന്റെ അസ്തിത്വത്തെ നിർബന്ധമായി മനസ്സിലാക്കുന്നു. എന്നാൽ താങ്കൾക്ക് ഖിലാഫത്തിന്റെ അസ്തിത്വത്തെ നിഷിദ്ധമായി നിശ്ചയിക്കാൻ സാധ്യമല്ല. കാരണം ഈ നിമിഷമാണ് താങ്കൾക്ക് ഒരു ഖലീഫയുടെ ബൈഅത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്.
അതായത് അതിന്റെ ഉദ്ദേശം ഇതായിരുന്നു, ഖലീഫത്തുൽ മസീഹ് അവ്വലിന് നിങ്ങൾ എല്ലാവരും ബൈഅത്ത് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷമാണ് താങ്കൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്. അതായത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ വഫാത്തായതിനു ശേഷമാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ഖിലാഫത്ത് വേണ്ട, ഞങ്ങൾ ഖിലാഫത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്നു എന്ന്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് അദ്ദേഹത്തോട് പറഞ്ഞു, 6 വർഷം വരെ താങ്കൾ ബൈഅത്ത് ചെയ്ത് നിലനിന്നു. ഏതൊരു കാര്യമാണോ 6 വർഷം വരെ അനുവദനീയമായിട്ടുള്ളത് അത് തുടർന്നും ഹറാമായിരിക്കുകയില്ല. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ഒരിക്കലും നിഷിദ്ധമായിരിക്കുകയില്ല. നമ്മുടെയും താങ്കളുടെയും നിലപാടിലുള്ള വ്യത്യാസം ഇതാണ്. താങ്കൾ അഥവാ താങ്കളുടെ നിലപാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഇതുവരെ സ്വീകരിച്ച മാർഗം താങ്കൾക്ക് തുടരേണ്ടതായി വരും. അതായത് ഖലീഫത്തുൽ മസീഹ് അവ്വലിനെ ബൈഅത്ത് ചെയ്തത്. എന്നാൽ നാം നമ്മുടെ നിലപാട് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അതുപേക്ഷിക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിനും മതത്തിനും എതിരായ കാര്യമായിരിക്കും. ഏതൊന്നിനെതിരിലാണോ നാം ഒരിക്കലും ഒന്നും പ്രവർത്തിച്ചിട്ടില്ലാത്തത്. അതുകൊണ്ട് നീതി ആവശ്യപ്പെടുന്നത് താങ്കൾ ഇതുവരെ സ്വീകരിച്ച മാർഗം തന്നെ താങ്കൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ ഞങ്ങളുടെ മതത്തിനും വിശ്വാസത്തിനും എതിരായി നിർബന്ധിക്കരുത്. അവശേഷിക്കുന്ന കാര്യം ജമാഅത്തിന്റെ പുരോഗതിക്കും ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനും ആരാണ് അനുയോജ്യൻ എന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ ഖലീഫത്തുൽ മസീഹ് സാനി മുഹമ്മദ് അലി സാഹിബിനോട് പറഞ്ഞു, ഏതൊരാളിലാണോ താങ്കൾ ഏകാഭിപ്രായം പറയുന്നത് അയാളെ നാം ഖലീഫയായി അംഗീകരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിലെ ഭൂരിഭാഗവും ഖിലാഫത്ത് വ്യവസ്ഥ നിലനിൽക്കണം എന്നാഗ്രഹിച്ചിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യക്തമായ നിർദ്ദേശം ജമാഅത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗ് കൂടുതൽ ദീർഘമായപ്പോൾ മൗലവി മുഹമ്മദ് അലി സാഹിബ് ശഠ്യം പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ജനങ്ങൾ വാതിലിൽ മുട്ടാൻ തുടങ്ങി. ബഹളം വെച്ചുകൊണ്ട് പറഞ്ഞു, പെട്ടെന്ന് തീരുമാനമെടുക്കുക, ഞങ്ങളിൽ നിന്ന് ബൈഅത്ത് വാങ്ങുക. ഏതായിരുന്നാലും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, മൗലവി സാഹിബിനോട് ഞാൻ പറഞ്ഞു, താങ്കളുടെ ഭയം ഞാൻ ദൂരീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഖലീഫ ആരായിരിക്കണം എന്ന ചോദ്യമാണ് താങ്കളുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടത്, അതല്ലാതെ ഖലീഫ ഉണ്ടാവാൻ പാടില്ല എന്ന കാര്യമായിരിക്കരുത്. ഇത് കേട്ടപ്പോൾ മൗലവി സാഹിബ് പറഞ്ഞു, എനിക്കറിയാം ഖലീഫ ആരായിരിക്കും എന്ന്, താങ്കൾക്കറിയാം, അതുകൊണ്ടാണ് താങ്കൾ ഈ കാര്യത്തിൽ ശക്തി ചെലുത്തുന്നത്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കറിയില്ല ആരായിരിക്കും എന്ന്. അദ്ദേഹം പറഞ്ഞു, ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി പറഞ്ഞു, ഞാൻ താങ്കൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ബൈഅത്ത് ചെയ്യും, അതായത് മൗലവി മുഹമ്മദ് അലി സാഹിബ്. അങ്ങനെ ഞാൻ താങ്കൾ തിരഞ്ഞെടുത്ത ആളെ ബൈഅത്ത് ചെയ്യുമ്പോൾ പിന്നീട് ഖിലാഫത്തിനെ പിന്താങ്ങുന്നവർ അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ്. അപ്പോൾ പിന്നെ എതിർപ്പിന്റെ ഭയം തന്നെയില്ല. എന്നാൽ മൗലവി സാഹിബ് അംഗീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, അംഗീകരിച്ചതുമില്ല. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എന്നെക്കുറിച്ച് ദുർധാരണ വെച്ചു പുലർത്തുന്നത് ഞാൻ എന്റെ ഹൃദയം പിളർന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിച്ചു തരിക? ഞാൻ എന്നാൽ സാധ്യമായ ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. പിന്നീട് കുറച്ചു സമയത്തിനു ശേഷം വാതിൽ തുറന്ന് പുറത്തു വന്നപ്പോൾ മൗലവി മുഹമ്മദ് ഹസൻ അംറോഹി സാഹിബ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബിന്റെ പേര് നിർദ്ദേശിച്ചു. ജമാഅത്ത് ബയ്യത്ത് വാങ്ങാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. അദ്ദേഹം വളരെയധികം പറഞ്ഞു നോക്കി, എനിക്ക് ബയ്യത്തിന്റെ വാക്കുകൾ അറിയില്ല. മൗലവി സർവർ ഷാ സാഹിബാണെന്ന് തോന്നുന്നു, പറഞ്ഞു, ഞാൻ വായിച്ചു തരാം. അങ്ങനെ ഈ രണ്ടാം ഖുദ്റത്ത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുഴപ്പക്കാർ
ഫിത്ന ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു തന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പൂർത്തിയാക്കിക്കൊണ്ട് പരാജയപ്പെടുത്തി. ഖിലാഫത്ത് അല മിൻഹാജുൻ നുബുവത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം രണ്ടാം പ്രാവശ്യം വീണ്ടും നിലവിൽ വന്നു. ആരാണോ ഖിലാഫത്തിൽ നിന്ന് ദൂരപ്പെട്ടു പോയത് അവർ വലിയ വലിയ ദീനീ പണ്ഡിതന്മാരായിരുന്നു, ഭൗതിക പണ്ഡിതന്മാരായിരുന്നു, വിദ്യാസമ്പന്നരായിരുന്നു, അനുഭവ സമ്പത്തുള്ളവരായിരുന്നു, സമ്പന്നരും കഴിവുള്ളവരുമായിരുന്നു. അഞ്ചുമന്റെ മുഴുവൻ സമ്പത്തും അവരുടെ അധീനതയിലായിരുന്നു. എന്നാൽ അവർ പരാജിതരായി തീർന്നുകൊണ്ടിരുന്നു. മൗലവി സാഹിബ് രണ്ടാം ഖിലാഫത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം കാദിയാനിൽ നിന്ന് പോയി എന്ന് മാത്രമല്ല, മറിച്ച് ഈ ബൈഅത്ത് ചെയ്യാത്തവർ ഖിലാഫത്ത് വ്യവസ്ഥിതിയെ ഇല്ലാതാക്കാൻ പിന്നീടും ഒരുപാട് ഫിത്നകൾ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ എപ്പോഴും പരാജയത്തിന്റെ മുഖം ദർശിക്കേണ്ടതായി വന്നു. എന്തുകൊണ്ട്? കാരണം ഖിലാഫത്ത് വ്യവസ്ഥിതിയെ നിലനിർത്തും എന്നതാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം. അവർ എല്ലാവിധത്തിലും പരാജയപ്പെട്ട് കാദിയാൻ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഖസാനയും പൂർണ്ണമായും കാലിയായിരുന്നു. പോകുമ്പോൾ തഅലീമുൽ ഇസ്ലാം സ്കൂളിന്റെ കെട്ടിടത്തിലേക്ക് ചൂണ്ടിപ്പറയുകയായിരുന്നു, 10 വർഷം കഴിയുന്നതിനു മുമ്പ് ഈ കെട്ടിടങ്ങൾ ആര്യ സമാജക്കാരുടെയും ക്രിസ്ത്യാനികളുടെയും അധീനതയിലായിരിക്കും. എന്നാൽ നോക്കുക, അള്ളാഹു എത്രമാത്രം പ്രൗഢിയോടുകൂടിയാണ് തന്റെ വാഗ്ദാനം പൂർത്തിയാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് തന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ പൂർത്തിയാക്കിയിരിക്കുന്നത്? എങ്ങനെയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന നൽകിയിരിക്കുന്ന സന്തോഷവാർത്തയെ പൂർത്തിയാക്കി എന്ന് മാത്രമല്ല, മറിച്ച് ഇന്നേ വരേക്കും ഓരോ ദിവസവും ഒരു പുതിയ പ്രൗഢിയോടുകൂടി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ 10 വർഷത്തെ കാര്യമാണ് പറഞ്ഞിരുന്നത്. അതായത് അതിനു മുമ്പ് തന്നെ ആര്യസമാജക്കാരും ക്രിസ്ത്യാനികളും ഇവിടെ അധീനപ്പെടുത്തും. എന്നാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് അതിന്റേതായ ഒരു പ്രൗഢിയുണ്ട്. ആ 10 വർഷവും കടന്നുപോയി. അതിനുശേഷം അനേകം ദശകങ്ങൾ കടന്നുപോയി. ഇന്നേക്ക് ഈ കാര്യത്തിന് 101 വർഷം കടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടും ഖാദിയാൻ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ വിഭജനത്തിന്റെ സംഭവം ഉൾപ്പെടും. ജമാഅത്തിന് അവിടെ നിന്ന് പോരേണ്ടതായി വന്നു. ഏതാനും ദർവേശുകളെ അവിടെ ദർവേശി ജീവിതം നയിക്കുന്നതിനായി നിശ്ചയിച്ചു. അവർ കുറച്ച് 100 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഖാദിയാനിൽ പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്കൂൾ പിടിച്ചടക്കുന്നതിനെ കുറിച്ചാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അനേകം കോടി രൂപ ചിലവഴിച്ച് പുതിയ സ്കൂൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തബ്ലീഗിന്റെ പ്രവർത്തനവും അവിടെ വളരെ വിശാലമായി തീർന്നിരിക്കുന്നു. പിന്നീട് ഖാദിയാനിൽ മാത്രമല്ല, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഖിലാഫത്തെ അഹമ്മദിയുമായി ബന്ധപ്പെട്ട ജമാഅത്തിന്റെ അനേകം നിലകളുള്ള കെട്ടിടങ്ങൾ അള്ളാഹുവിന്റെ സഹായത്തിന്റെ തെളിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും അനുയായികൾക്ക് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അഹമ്മദിയ ഖിലാഫത്തുമായുള്ള അള്ളാഹുവിന്റെ സഹായങ്ങളാണ്. അതിന്റെ ദൃശ്യം നാം ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. അഹമ്മദിയ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിൽ നിന്ന് ജർമ്മനിയും വേർപ്പെടുന്നില്ല. ഏതാനും ദിവസം മുമ്പ് അഹമ്മദിയ ജമാഅത്ത് ജർമ്മനിയുടെ 2 ശാഖാ സംഘടനകൾ അൻസാറുല്ലായും ലജ്ന ഇമായില്ലായും സംയുക്തമായി ഒരു 5 നില കെട്ടിടം വാങ്ങിയിരുന്നു.
അത് 1.7 മില്യൺ അല്ലെങ്കിൽ 17 ലക്ഷം യൂറോയ്ക്കാണ് വാങ്ങിയത്. ഖിലാഫത്തിന്റെ എതിരാളികൾ 1 രൂപയിൽ താഴെ ഉപേക്ഷിച്ചിരുന്ന അതേ ഖസാന എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇനി നിസാം എങ്ങനെ നടക്കും എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നുവോ, അതേ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യത്തിലെ 2 കീഴ്ഘടകങ്ങൾ ഒരു വിശാലമായ 5 നില കെട്ടിടം ഏകദേശം 19 കോടിയിലധികം രൂപ ചിലവഴിച്ച് വാങ്ങിയിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹവും ഖിലാഫത്തെ അഹമ്മദിയോടുള്ള സഹായവും അല്ല എങ്കിൽ പിന്നെ എന്താണ്? ഖിലാഫത്തിൽ നിന്ന് വിട്ടുനിന്നവരുടെ കേന്ദ്രവ്യവസ്ഥയും തകർന്നുപോയി. അവരിൽപ്പെട്ട സത്പ്രകൃതക്കാർ അവർക്ക് കാര്യം ബോധ്യമായപ്പോൾ ആ കാലത്തും ഇന്നും അവർക്ക് അവരുടെ തലമുറകൾക്കും കാര്യം ബോധ്യപ്പെടുമ്പോൾ ബൈഅത്ത് ചെയ്ത് അഹമ്മദിയ ജമാഅത്തിൽ പങ്കാളികളാകുന്നു. ഖിലാഫത്തിന്റെ കൊടിക്കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഇന്ന് ലോകത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം അഹമ്മദിയ ഖിലാഫത്ത് വ്യവസ്ഥിതിക്ക് കീഴിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഇസ്ലാമിന്റെ നാമം അപകീർത്തിപ്പെടുത്തുമ്പോൾ ഇസ്ലാമിന്റെ മനോഹരമായ ചിത്രം അഹമ്മദിയ ജമാഅത്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാരണമാണ് അള്ളാഹു സ്വയം അഹമ്മദിയ ഖിലാഫത്തിന്റെ സത്യത ലോകത്ത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സംഭവങ്ങൾ അത് അത്ഭുതകരമായിരിക്കും. എങ്ങനെയാണ് അള്ളാഹു ജനങ്ങൾക്ക് ജമാഅത്തിന്റെ സത്യതയോടൊപ്പം ഖിലാഫത്തുമായുള്ള തന്റെ സഹായത്തെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുന്നത്. കേവലം അഹമ്മദിയ ജമാഅത്തിന്റെ സത്യത മാത്രമല്ല, മറിച്ച് ഖിലാഫത്തുമായുള്ള സഹായത്തിന്റെ ദൃശ്യവും അള്ളാഹു അന്യർക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ സത്പ്രകൃതക്കാരുടെ ഹൃദയം തുറക്കുന്നു. ഇവിടെ 1-2 സംഭവങ്ങൾ ഞാൻ കേൾപ്പിക്കാം. നൈജർ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. അവിടുത്തെ നമ്മുടെ മുബല്ലിഗ് എഴുതി, പുതുതായി ബൈഅത്ത് ചെയ്തവരുടെ ട്രെയിനിംഗ് ക്ലാസ്സിൽ 10 ഇമാമിയങ്ങളോടൊപ്പം ഒരു ഗ്രാമത്തിലെ ബോഗോനയിലെ ചീഫും വന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, അതായത് താങ്കൾ ഇമാം സാഹിബില്ലാതെ സ്വയം എന്തിനാണ് വന്നത്? ഈ ക്ലാസ് ഇമാമിയങ്ങളുടെ ട്രെയിനിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇമാമിയങ്ങളുടെ ക്ലാസ്സാണ് എന്നെനിക്കറിയാം. എന്നാൽ ഇന്നലെ രാത്രി ഞാൻ ഇമാം സാഹിബിന് ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള സന്ദേശം നൽകിയപ്പോൾ അദ്ദേഹം നിഷേധിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പട്ടണത്തിലെ സുന്നി പണ്ഡിതന്മാർ, അവർ വഹാബികളായിരുന്നു, പറഞ്ഞു അഹമ്മദികൾ കാഫിറാണ്. ഈ ചീഫ് പറയുന്നു, എനിക്ക് വലിയ അത്ഭുതം തോന്നി, വേദനയും തോന്നി. അഹമ്മദികൾ എങ്ങനെ കാഫിറാകാനാണ്? ഇനി അഥവാ ഇവർ കാഫിറാണ് എങ്കിൽ ചീഫ് എന്ന നിലയിൽ ഗ്രാമത്തിൽ ഇവർക്ക് തബ്ലീഗ് ചെയ്യാനുള്ള അനുവാദം ഞാനാണ് നൽകിയത്. അതുകൊണ്ട് ഞാൻ 2 ഇരട്ടി കാഫിറായി. അതുകൊണ്ട് ഞാൻ രാത്രി വളരെയധികം ദുആ ചെയ്തു. ജനങ്ങൾ പറയുന്നു, ആഫ്രിക്കയിലെ ജനങ്ങള് നിരക്ഷരരായ ആളുകളാണ്, ബുദ്ധിയില്ല. ഗ്രാമവാസിയായ ചീഫിന് അധികം വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടായിരുന്നു, സത്പ്രകൃതമായിരുന്നു. പറയുന്നു, ഞാൻ രാത്രിയിൽ ഒരുപാട് ദുആ ചെയ്തു. അള്ളാഹുവിനോട് മാർഗനിർദ്ദേശം ചോദിച്ചുകൊണ്ട് ദുആ ചെയ്തു ഉറങ്ങിപ്പോയി. ഈ കാര്യം വലിയ വലിയ പണ്ഡിതന്മാർക്ക് മനസ്സിലാവുകയില്ല. എന്നിട്ട് അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, രാത്രിയിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ആദ്യം എന്റെ വീട്ടിൽ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഇറങ്ങി വന്നു, പിന്നീട് അതിന് പിന്നാലെ ചന്ദ്രൻ. ഞാൻ അവയെ വളരെ അടുത്തുനിന്ന് കാണുന്നു, എന്നാൽ അവയിൽ പ്രകാശമില്ല. പിന്നീട് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വെള്ളവസ്ത്രധാരിയായ ഒരു വ്യക്തി എന്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ആ വ്യക്തി വീട്ടിൽ പ്രവേശിച്ച ഉടനെ
ചന്ദ്രനും നക്ഷത്രങ്ങളും അത്ഭുതകരമായ രീതിയിൽ പ്രകാശിതമായി. മുഴുവൻ വീടും പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. എന്റെ ഹൃദയത്തിൽ ഈ കാര്യം ശക്തമായി പ്രവേശിച്ചു. ഇത് അഹമ്മദികളുടെ ഏതോ വ്യക്തിയാണ്. ഞാൻ മുന്നോട്ട് വന്ന് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നു, താങ്കൾ അഹമ്മദികളുടെ മുറബിയാണോ അതോ ഖലീഫയാണോ? അപ്പോൾ എന്റെ കണ്ണുകൾ തുറന്നു. മുറബി സാഹിബ് അദ്ദേഹത്തിന് ഫോട്ടോ കാണിച്ചു കൊടുത്തു, ആൽബം കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ തന്റെ വിരൽ എന്റെ ഫോട്ടോയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, കൂടെ കൂടെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തെയാണ് ഞാൻ എന്റെ വീട്ടിൽ ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതായി കണ്ടത്. ഇദ്ദേഹം വന്നപ്പോഴാണ് എന്റെ ഭവനം പ്രകാശിതമായി തീർന്നത്. പിന്നീട് ഗാംബിയയിൽ നിന്ന് അമീർ സാഹിബ് എഴുതുന്നു, സാംബ മുംബൈ ഒരു ഗ്രാമമാണ്. അവിടെ തബ്ലീഗ് ചെയ്തപ്പോൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജമാഅത്തിൽ ചേരുന്നതിനുള്ള ബൈഅത്തിന്റെ നിബന്ധനകൾ വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ ഗ്രാമത്തിലെ ഇമാമും ഗ്രാമവികസന കമ്മിറ്റിയുടെ ചെയർമാനും ഉടനടി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹദിയുടെ ആഗമനത്തെക്കുറിച്ച് പ്രവചനം ചെയ്തിരുന്നു. ഇന്ന് ആദ്യമായി ഇമാം മഹദിയുടെ ആഗമനത്തെക്കുറിച്ച് നാം കേൾക്കുകയാണ്. അഹമ്മദിയത്തിനെ കണ്ട നാൾ മുതൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അഹമ്മദികൾ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ. കാരണം ഇവരുടെ പക്കൽ ഖിലാഫത്തിന്റെ ശക്തിയുണ്ട്. അതെല്ലാവരെയും ഒരു ചരടിൽ കോർത്തിണക്കിയിരിക്കുന്നു. ഇവർക്ക് എന്നെക്കുറിച്ച് പറഞ്ഞുകൊടുത്തപ്പോൾ, ഫോട്ടോ കാണിച്ചപ്പോൾ പറഞ്ഞു, ഈ വ്യക്തിയെ ഞാൻ ദിവസവും ടിവിയിൽ കാണാറുണ്ട്. അങ്ങനെ മുഴുവൻ ഞങ്ങൾ ഇദ്ദേഹത്തെ കാണാറുണ്ട്. അങ്ങനെ മുഴുവൻ ആളുകളും ഏകദേശം 350 അടുത്ത ഉണ്ടായിരുന്നു. ബൈഅത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ അംഗങ്ങളായി. അവർ വിശുദ്ധ ഖുർആന്റെ തർജമ 3 പ്രാദേശിക ഭാഷകളിൽ കണ്ടപ്പോൾ പറഞ്ഞു, അഹമ്മദിയത്ത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം. അഹമ്മദികൾ ചെയ്യുന്നത് പോലുള്ള പ്രവൃത്തി ചെയ്യാൻ മറ്റൊരു വിഭാഗത്തിനും ഭാഗ്യം ലഭിച്ചില്ല. അവസാനമായി പറഞ്ഞു, അവർ അഹമ്മദിയത്തിൽ അടിയുറച്ചു നിൽക്കുന്നതായിരിക്കും, പിന്നോട്ടു പോവുകയില്ല. കാരണം യഥാർത്ഥ ഇസ്ലാം ഇത് തന്നെയാണ്. മറ്റു മൗലവിമാർ ഞങ്ങളെ വഞ്ചിക്കുകയാണ്. പിന്നീട് ഇപ്പോൾ ഈ പര്യടനത്തിൽ ഹാനാവോക്കിലെ പള്ളിയുടെ ഉദ്ഘാടന വേളയിൽ പ്രാദേശിക ആളുകൾ, അവർ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, കച്ചവടക്കാരുണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു, മറ്റു വിദ്യാസമ്പന്നരും ഉണ്ടായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നു, സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരിൽ ഒരുപാട് ആളുകൾ തങ്ങളുടെ ചിന്താഗതികൾ പ്രകടിപ്പിച്ചു. ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരുപാട് അഹമ്മദികളെ കുറിച്ചറിയാം, അഹമ്മദിയത്തിനെ കുറിച്ച് ഒരുപാട് അറിയാം എന്നാണ് ഞാൻ സ്വയം മനസ്സിലാക്കിയിരുന്നത്. ഈ ബന്ധം കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ പറഞ്ഞ ആളോട് അവർ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ ഖലീഫയുടെ വാക്കുകൾ കേട്ട് എനിക്കുണ്ടായിരിക്കുന്ന സ്വാധീനം അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം ഇപ്പോഴാണ് യഥാർത്ഥ രീതിയിൽ മനസ്സിലായത്. അത് ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. ഇതാണ് ഖിലാഫത്തുമായുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം. ഞാനൊരു നിസ്സാരനായ ഒരു മനുഷ്യനാണ്. എന്റെ അവസ്ഥയെക്കുറിച്ച് എനിക്കറിയാം. എനിക്കൊരു ശ്രേഷ്ഠതയുമില്ല. എന്നാൽ അള്ളാഹു ഖിലാഫത്തിനെ സഹായിക്കും എന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു തീർച്ചയായും സത്യസന്ധമായ വാഗ്ദാനം ചെയ്യുന്നവനാണ്. അവനെപ്പോഴും ഖിലാഫത്തിനെ സഹായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹു തആല തുടർന്നും സഹായിച്ചുകൊണ്ടിരിക്കും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഈ രണ്ടാമത്തെ ഖുദ്റത്ത് അള്ളാഹുവിനാൽ സ്ഥാപിതമായതാണ്. അതിന്റെ സഹായത്തിന്റെ പ്രകടനം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആരാണോ തങ്ങളുടെ ഈമാനിൽ ഉറച്ചു നിൽക്കുന്നത്, അവർ അടയാളവും സഹായവും കണ്ടുകൊണ്ടിരിക്കും. തങ്ങളുടെ ഈമാനെ ദൃഢപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അഹമ്മദിയ ഖിലാഫത്തുമായി തങ്ങളുടെ ബന്ധം സ്ഥാപിക്കുക. അള്ളാഹു ഖിലാഫത്തിന്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കടമകളുടെ നിർവഹണത്തിലേക്കും ശ്രദ്ധിക്കുക. ഖിലാഫത്താകുന്ന അനുഗ്രഹം
ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഭൗതികത കൂടിയപ്പോഴാണ് എടുത്തുകളയപ്പെട്ടത്. ഇനി ഇൻഷാ അല്ലാഹു തആല ഈ അനുഗ്രഹം അല്ലാഹു നിലനിർത്തുന്നതായിരിക്കും. എന്നാൽ ഈ അനുഗ്രഹത്തിൽ നിന്ന് ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകും എന്ന പ്രതിജ്ഞ പൂർത്തിയാക്കാത്തവർ നിഷേധിക്കപ്പെട്ടവരായിത്തീരും. ഈ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, അതായത് ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളുമായി അല്ലാഹു വെച്ചിട്ടുള്ള നിബന്ധനകൾ, അവർ നിഷേധിക്കപ്പെട്ടവരായിത്തീരും. അല്ലാഹു ഖിലാഫത്തിലൂടെ ഭയത്തെ സമാധാനത്തിൽ പരിവർത്തിക്കപ്പെടും എന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുന്നവരോടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ കടമ ഇതാണ്: യഅ്ബുദൂനനി, എന്നെ ആരാധിക്കുന്നവരായിരിക്കും. ഈ അനുഗ്രഹത്തിൽ നിന്ന് ഫലമെടുക്കണം എങ്കിൽ അള്ളാഹുവിനോടുള്ള ആരാധനയുടെ കടമ നിറവേറ്റുക, തങ്ങളുടെ 5 നേര നമസ്കാരങ്ങളെ സുരക്ഷിതമാക്കി വെക്കുക, അതിനെ ഉത്തമമായ നിലയിൽ അനുഷ്ഠിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുക. പിന്നീട് പറഞ്ഞു, ലാ യുശ്രികൂന ബിഹി ശൈഅ, ഒന്നിനെയും എന്റെ പങ്കാളികളാക്കുകയില്ല. ഈ ലോകത്ത് മനുഷ്യന് വിവിധങ്ങളായ പ്രാധാന്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ വികസിത രാജ്യങ്ങളിൽ ഇവിടെ ഭൗതികത അതിന്റെ പാരമ്യതയിലാണ്. ഈ ഭൗതികതയെ ചില ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മേൽ പ്രാധാന്യം നൽകാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നൽകുന്നുണ്ട്. ഭൗതിക പ്രയോജനങ്ങൾ എടുക്കുന്നതിനു വേണ്ടി തെറ്റായ വിവരണങ്ങളും കളവും പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുന്നു. ഇതും ഒരു വിധത്തിലുള്ള ശിർക്കാണ്. അത്തരം ആളുകൾ ഖിലാഫത്തിൽ നിന്ന് ശരിയായ രീതിയിൽ അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരുകയില്ല. ജർമ്മനിയിൽ നിന്ന് എനിക്കാരോ കത്തെഴുതി. അദ്ദേഹത്തിന് ഒരു അനുഭാവിയായ സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സത്യതയും അംഗീകരിച്ചു. അപ്പോൾ ആ വ്യക്തി തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, എങ്കിൽ ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരുപാട് അഹമ്മദികളെ അറിയാം. ചിലർ എന്റെ വളരെ അടുത്ത ആളുകളാണ്. അവർ ടാക്സ് വെട്ടിപ്പ് നടത്താറുണ്ട്, കളവും പറയാറുണ്ട്. അവർ മറ്റു തെറ്റായ പ്രവൃത്തിയിലും ഉൾപ്പെട്ടവരാണ്. ഞാനേതായിരുന്നാലും ഈ തെറ്റായ പ്രവൃത്തികളൊന്നും തന്നെ ചെയ്യാറില്ല. ഞാൻ ടാക്സ് പൂർണ്ണമായും കൊടുക്കാറുണ്ട്. ടാക്സി ഓടിക്കാറുണ്ടെങ്കിൽ അതിന്റെ കാശും അതും പൂർണ്ണമായിട്ടും നൽകാറുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇവരിൽ ഉൾപ്പെടുക? അതുകൊണ്ട് ഞാൻ ഇവരെക്കാൾ നല്ലവനാണ്. നിങ്ങളുടെ മറ്റ് വിശ്വാസങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്നു എങ്കിൽ കൂടി അയാളുടെ ഈ മറുപടി തെറ്റാണ്. എങ്കിലും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളെ അംഗീകരിക്കാതെ അയാൾ സ്വയം കുറ്റവാളിയായി തീർന്നിരിക്കുകയാണ്. അള്ളാഹു ഇതുതന്നെയായിരിക്കും അയാളോട് പറയുക. നിന്റെ മുമ്പിൽ യാഥാർത്ഥ്യം വന്നപ്പോൾ ഏതാനും ആളുകളെ നോക്കി, നീ എന്തിനാണ് അദ്ദേഹത്തെ നിഷേധിച്ചത്? എന്റെ കൽപ്പനയെ നീ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? എന്നാൽ അത്തരത്തിലുള്ള അഹ്മദികൾ അവരുടെ തെറ്റായ രീതി കൊണ്ട് ഇരട്ടിപ്പാപികളായി തീരുകയാണ് ചെയ്യുന്നത്. സ്വയം അള്ളാഹുവിന്റെ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടവരായിത്തീരുന്നു, മറ്റുള്ളവരെയും അതിൽ നിന്ന് വിദൂരപ്പെടുത്തുന്നു. അത്തരം ആളുകളെ കുറിച്ചാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. നമ്മിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് നമ്മെ അപകീർത്തിപ്പെടുത്തുന്നവരാണ് അവർ. ആരാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിനെ അപകീർത്തിപ്പെടുത്തുന്നത്, അവർക്ക് അദ്ദേഹത്തിലൂടെ നിലവിൽ വന്ന ഖിലാഫത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് എങ്ങനെ അംശം കരസ്ഥമാക്കാൻ സാധിക്കും? അത്തരം ആളുകൾ തങ്ങളെക്കുറിച്ച് ആത്മപരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നവരോടും ഭാരവാഹികളോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തിയിലുള്ള ഈ ബർക്കത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു പ്രവർത്തിക്കാൻ നൽകുന്ന ഈ തൗഫീക്ക്, ഇത് കേവലം ഖിലാഫത്തുമായുള്ള ബന്ധത്തിലാണുള്ളത്. ഇതിൽ നിന്ന് വിട്ടുമാറി ഒരു കടുകുമണിയോളം പോലും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അഥവാ ആരെങ്കിലും ചില പ്രവർത്തനങ്ങളുടെ നല്ല ഫലങ്ങളെ
ഭൗതിക അറിവിന്റെയും ബുദ്ധിയുടെയും പരിശ്രമത്തിന്റെയും ഫലമായി മനസ്സിലാക്കുന്നുവെങ്കിൽ അത് കേവലം അയാളുടെ തെറ്റിദ്ധാരണയാണ്. ദീനിന്റെ പേരിൽ ചെയ്യപ്പെടുന്ന ജോലികളിൽ ഖിലാഫത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഒരു കണികയോളം പോലും ബർക്കത്തുണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ മാറി നിന്നവർ അതിന്റെ ഫലം കണ്ടുകഴിഞ്ഞിട്ടുള്ളതാണ്. ഓരോ ദിവസവും അവരുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരുടെ കേന്ദ്രീകൃതാവസ്ഥയും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, അവരുടെ നിസാം താങ്ങില്ലാത്ത വിധമായിക്കൊണ്ടിരിക്കുന്നു. ഖിലാഫത്തുമായുള്ള സ്നേഹവും അനുസരണവുമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വലിച്ചടുപ്പിക്കുന്നത്, നല്ല ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് അള്ളാഹുവിനാൽ സ്ഥാപിതമായ വ്യവസ്ഥിതിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ദീനിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ പരിശ്രമത്തെയും അവൻ ഖിലാഫത്തിന് കീഴിലാക്കിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഭാരവാഹിയുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ഞാൻ എന്ന ഭാവം ഉണ്ടായാൽ, അല്ലെങ്കിൽ സ്വയേഷ്ടം കടന്നു വന്നാൽ, അയാൾ ഇസ്തിഗ്ഫാറിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അഹ്മദിയ ജമാഅത്തിന്റെ പുരോഗതിയിൽ പണ്ഡിതന്മാരുടെ അറിവ് പ്രയോജനപ്പെടുകയില്ല, ബുദ്ധിമാന്മാരുടെ ബുദ്ധി പ്രയോജനപ്പെടുന്നില്ല, ഭൗതിക വിദ്യാഭ്യാസമുള്ളവരുടെ അറിവോ കഴിവോ പ്രയോജനപ്പെടുന്നില്ല. അഥവാ ഏതെങ്കിലും ദീനി അറിവുള്ള ആളുടെ, ഏതെങ്കിലും ബുദ്ധിമാന്റെ ബുദ്ധി, ഏതെങ്കിലും ഭൗതിക വിജ്ഞാനമുള്ളവന്റെ അറിവ്, കഴിവുള്ളവന്റെ നൈപുണ്യം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ അസാധാരണമായ ഫലം ഉണ്ടാക്കുന്നുവെങ്കിൽ അത് കേവലം അള്ളാഹുവിന്റെ അനുഗ്രഹവും ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും കൊണ്ടാണ്. കാരണം ഈ ബന്ധം കാരണം ഈ ഫലത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്. അതുകൊണ്ടാണ് അവൻ അത് നൽകുന്നത്. ഭൗതികരായിട്ടുള്ള ആളുകൾക്ക് ഭൗതികതയിൽ തീർച്ചയായും അറിവും ബുദ്ധിയും കഴിവും പ്രയോജനപ്പെടും. എന്നാൽ ജമാഅത്തിൽ ഉൾപ്പെട്ട ആൾക്ക് ഏതായിരുന്നാലും നല്ല ഫലത്തിനായി ജമാഅത്തി പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് തങ്ങളെ ഖിലാഫത്തിന് കീഴിൽ കൊണ്ടുവരേണ്ടതായി വരും. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയും ഉത്തരവാദിത്വമാണിത്. അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചവർ, അതായത് പുതുതായി വിശ്വസിച്ചവർ, യുവാക്കൾ, കുട്ടികൾ, അവർക്ക് ഖിലാഫത്തുമായുള്ള യഥാർത്ഥത്തിലുള്ള ബന്ധത്തിന്റെ ഗ്രാഹ്യം അവർക്ക് ഇല്ല എങ്കിൽ അതവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഇതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞുകൊടുക്കുക. അതുപോലെ തന്നെ ഭാരവാഹികളും ഉത്തരവാദിത്വപ്പെട്ടവരാണ്. ചില ഭാരവാഹികളുണ്ട്, അവർ തിരഞ്ഞെടുക്കപ്പെട്ട് ഭാരവാഹികളായിത്തീരുന്നു. എന്നാൽ ദീനിനെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അവർ തങ്ങളുടെ ഭാരവാഹിത്വവും ഭൗതിക ഭാരവാഹിത്വം പോലെയാണ് മനസ്സിലാക്കുന്നത്. എന്റെ മുമ്പിൽ ചില ആളുകൾ പറയുമ്പോൾ എന്റെ പക്കൽ ഇന്ന ഭാരവാഹിത്വമുണ്ട്, ഞാൻ അവരോട് എപ്പോഴും പറയാറുള്ളത്, ഭാരവാഹിത്വം എന്ന് പറയരുത്, സേവനം എന്ന് പറയുക. ദീനീ സേവനത്തിന് അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ദീനീ അറിവിനെയും വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ ആത്മാർത്ഥതയെയും കൂറിനെയും വർദ്ധിപ്പിക്കുക, തങ്ങളുടെ തഖ്വയെയും വർദ്ധിപ്പിക്കുക, ഖിലാഫത്തുമായുള്ള തങ്ങളുടെ ബന്ധത്തെയും വർദ്ധിപ്പിക്കുക. അത്തരത്തിലുള്ള ഭാരവാഹികളുമുണ്ട്. അവർ തങ്ങളുടെ ഭാരവാഹിത്വത്തിലേക്ക് ശ്രദ്ധിപ്പിക്കാൻ പൂർണ്ണമായും ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങൾ ഭാരവാഹികളാണ്. എന്നാൽ ഖിലാഫത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് വർഷത്തിൽ ഒരു ഖിലാഫത്ത് ദിവസം ആചരിച്ച് നാം നമ്മുടെ കടമ നിറവേറ്റി എന്നാണ്. ഞാൻ മുമ്പും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഖിലാഫത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് എത്രത്തോളം ജമാഅത്തിൽ
ശക്തി ചെലുത്തേണ്ടതായിട്ടുണ്ടോ അത്രത്തോളം ചെലുത്തപ്പെടുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞതിനു ശേഷം പിന്നീട് ജൽസകളിലും പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ കാര്യം രൂഢമൂലമാക്കുന്നതിന് വളരെയധികം ആവശ്യമുണ്ട്. കാലത്തിന്റെ ഖലീഫയുടെ വാക്കുകൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ഖിലാഫത്തുമായി തങ്ങളുടെ ബന്ധത്തെ വർദ്ധിപ്പിക്കുക. ആരാണോ ഈ കാര്യം മനസ്സിലാക്കുന്നത് അവർ തങ്ങളുടെ അവസ്ഥയിലും വലിയ മാറ്റം അനുഭവിക്കുന്നു. കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് ഏകദേശം 100-ലധികം ഖുദ്ദാമും അമേരിക്കയിൽ നിന്ന് 200-ലധികം ഖുദ്ദാമും വിവിധ പ്രായക്കാരായവർ ലണ്ടനിൽ എന്നെ കാണുന്നതിനായി വന്നിരുന്നു. അവരിൽ പുതുതായി ബൈഅത്ത് ചെയ്തവരും ഉണ്ടായിരുന്നു. 3 ദിവസം അവിടെ താമസിച്ചു. അതിനുശേഷം അവരുടെ അഭിപ്രായം തികച്ചും വ്യത്യസ്തമായിരുന്നു. ആശ്ചര്യകരമായ ആത്മാർത്ഥതയും കൂറുമാണ് അവരിൽ നിന്ന് പ്രകടമായിക്കൊണ്ടിരുന്നത്. അത് കേട്ടും കണ്ടും അത്ഭുതം തോന്നു. പിന്നീട് തിരിച്ചു ചെന്നതിനു ശേഷവും അവർ ഈ കാര്യങ്ങൾ പ്രകടിപ്പിച്ചു. തങ്ങളുടെ അവസ്ഥകളിൽ പരിവർത്തനം പ്രകടമാക്കി. ഞങ്ങൾ സ്ഥിരമായി നമസ്കരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. ജമാഅത്തുമായുള്ള ബന്ധത്തിൽ സ്ഥിരത പ്രകടിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. ഖിലാഫത്തുമായുള്ള ബന്ധത്തിൽ വർധനവുണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. ഇതിനു മുമ്പ് ഖിലാഫത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവർക്ക് അത്ര അധികം പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർക്കതിന്റെ അനുഭവവും ഉണ്ടായിരുന്നില്ല. തീർച്ചയായും വ്യക്തിപരമായ മുലാഖാത്തിലൂടെ ഇരുഭാഗത്തു നിന്നും ബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു പ്രത്യേക വർണ്ണം ഉണ്ടാകും. എന്നിരുന്നാലും വിവിധ സംഭവങ്ങളിലൂടെ പണ്ഡിതന്മാരും ഭാരവാഹികളും ഖിലാഫത്തിന്റെ പ്രാധാന്യം ജമാഅത്തിൽ ഇടയ്ക്കിടയ്ക്ക് വിവരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈമാനിൽ ദൃഢതയും കൂടുതൽ തിളക്കവും ഉണ്ടായിത്തീരുന്നതാണ്. ഭാരവാഹികൾ ഖിലാഫത്തിന്റെ പ്രതിനിധികളാണ് എന്ന പേരിൽ തങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. എവിടെയെങ്കിലും ഒരു ഭാരവാഹി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പറയും, ഞാൻ ഖിലാഫത്തിന്റെ പ്രതിനിധിയാണ്. ഈ ഭാരവാഹികളിൽ പുരുഷന്മാരുമുണ്ട്, ലജനകളുടെ സദർമാരുമുണ്ട്, മറ്റു ഭാരവാഹികളുമുണ്ട്. എന്നാൽ ഖിലാഫത്തുമായുള്ള ബന്ധം അവർ വേണ്ടവിധം ബുദ്ധിയിൽ ഇട്ടുകൊടുത്തിട്ടില്ല. അഥവാ ഈ ഭാരവാഹികൾ ഖിലാഫത്തിന്റെ പ്രാധാന്യവും അതുമായുള്ള ബന്ധത്തിന്റെ പ്രാധാന്യവും ദൃഢപ്പെടുത്താൻ പരിശ്രമിച്ചാൽ ഈ ഭാരവാഹികളുടെ പ്രാധാന്യവും സ്വയം തന്നെ വർദ്ധിക്കുന്നതായിരിക്കും. ഈ ഉത്തരവാദിത്വമാണ് പണ്ഡിതന്മാർക്കുള്ളത്. ഇതിലെല്ലാവരും ഉൾപ്പെടും. അവർ മുറബ്ബിമാരാണെങ്കിലും ഭാരവാഹികളാണെങ്കിലും ദീനി അറിവുള്ളവരാണെങ്കിലും കാലത്തിന്റെ ഖലീഫയുടെ സഹായികളായിത്തീരുക. തങ്ങളുടെ കർമ്മങ്ങളെയും കാലത്തിന്റെ ഖലീഫയുടെ കീഴിലാക്കുക. മറ്റുള്ളവരെയും ഉപദേശിക്കുക. ഒരിക്കൽ പറഞ്ഞു, അതുകൊണ്ട് കാര്യം അവസാനിച്ചു എന്ന ചിന്താഗതി തെറ്റാണ്. ഈ ഉപദേശങ്ങളും ബന്ധവുമായുള്ള പ്രകടനത്തെക്കുറിച്ചും കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു ഖുത്ബയിൽ മുറബ്ബിമാർക്കും പണ്ഡിതന്മാർക്കും ഒരു സുപ്രധാനമായ ഉപദേശം നൽകുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, ദീനിനോടുള്ള വേദനയും ജമാഅത്തിനോടുള്ള ആത്മാർത്ഥതയുമുള്ള ഓരോ മുഅ്മിനും അള്ളാഹുവിന്റെ ജമാഅത്ത് സൽപ്പേരോടുകൂടി ഭൂമിയിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇസ്ലാമിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന അഭിമാനം വീണ്ടും ലഭിക്കണം എങ്കിൽ അതിനുവേണ്ടിയുള്ള ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശ്രമം പാഴായി പോകാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അയാളുടെ നിർബന്ധ കടമയാണ് ഖലീഫയെ രാവും പകലും സഹായിച്ചുകൊണ്ട് ചിന്താപരമായും ജമാഅത്തിന്റെ പരിഷ്കരണം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകുക. അത്തരം ആളുകളുടെ നിർബന്ധ കടമയാണ്. ഏതുപോലെ വിവാഹാവസരത്തിൽ ആളുകൾ തങ്ങളുടെ മടിത്തട്ടുകൾ വിവരിക്കുന്നത് പോലെ ചില സ്ഥലങ്ങളിലുള്ള രീതിയാണിത്. കാരക്ക വിതരണം ചെയ്യും, മടിത്തട്ട് ആളുകൾ വ്യാപിപ്പിക്കുകയും ചെയ്യും. ചില അവസരങ്ങളിൽ ആളുകൾ തങ്ങളുടെ മടിത്തട്ട് വിശാലമാക്കുന്നു, അതിൽ കാരക്ക വീഴുന്നതിനു വേണ്ടി.
അതുപോലെ ഖലീഫ ജമാഅത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടി ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ അത് എടുക്കുകയും ജമാഅത്ത് അംഗങ്ങളുടെ മുമ്പിൽ അത് ആവർത്തിക്കുകയും വീണ്ടും ആവർത്തിക്കുകയും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുക. ഏതുവരെ എന്നാൽ ഏറ്റവും മോശമായ ബുദ്ധിയുള്ള ആളും കാര്യം മനസ്സിലാക്കുകയും ദീനിൽ യഥാർത്ഥ രീതിയിൽ ചരിക്കുന്നതിനുള്ള മാർഗം ലഭിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി. അള്ളാഹു ജമാഅത്ത് അംഗങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഭാരവാഹികൾക്കും ഖിലാഫത്തിന്റെ വാക്കുകൾ കേൾക്കാൻ മാത്രമല്ല അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഖിലാഫത്ത് ദിനത്തിൽ മാത്രം ആത്മാർത്ഥത പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ആത്മാർത്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് ഖിലാഫത്ത് ദിനത്തിന്റെ ആശംസകൾ നൽകി തങ്ങളെ സ്വയം ഇവർ കടമ നിറവേറ്റിയവരായി മനസ്സിലാക്കരുത്. മറിച്ച് അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ച് നാം ഖിലാഫത്തിന്റെ അനുഗ്രഹം സംരക്ഷിക്കുന്നവരായി അള്ളാഹു മാറ്റട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.